സത്യത്തില് ആ മിലിറ്ററി മുരളിയുടെ അനീതി തന്നെയാണോന്ന് അറിയാൻ നമ്മള് ഒന്നുകൂടി ശ്രമിക്കണം ചേച്ചി. ആവനി എന്റെ അനിയത്തിയാന്ന് പറഞ്ഞു വന്നവൻ ആവനിയുടെ റൂമിനടുത്തേക്ക് പോയപ്പോ ശ്രീകറിന് കാര്യമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാ എന്റെ സംശയങ്ങൾ പിന്നെ ഇരട്ടിച്ചത്. അവനെ സമാധാനിപ്പിക്കേണ്ട ആ സമയത്ത് അനാവശ്യമായിട്ട് ആർഗ്യുമെന്റ് ചെയ്തു. പാവം കുട്ടി ഒരുപാട് വിഷമമായിട്ടുണ്ടാവും. ആവനി, 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 ആവനി. ആവനി, ഈ സമയത്ത് ആരോ വാതില് മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നോക്കാം വാ. ആവനി, ആവനി, ഈ വാതിലും തുറക്ക്. അവിടെ നിക്ക്. ദയവ് ഇത് അകത്തേക്ക് വരരുത്. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നാളെ മോർണിംഗ് സംസാരിക്കാം. പോയിക്കോളൂ. തന്നോട് വഴക്കുണ്ടാക്കിയതിന് ഐ ആം വെരി വെരി സോറി. ഐ ആം റിയലി സോറി. നിങ്ങൾ ഈ പറയുന്ന സോറിയൊന്നും എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളല്ല ഏട്ടാ. പോയിക്കോളൂ ഏട്ടാ. ആവനി, 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 പ്ലീസ് ഡോർ ഓപ്പൺ ചെയ്യാവനി. ഞാൻ വന്ന കാലം തൊട്ട് നിങ്ങൾ എന്നെ സോറി പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന. ഇനി ഒന്നും പറയാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ആരും ഇല്ലല്ലോ. അവരെ കുറിച്ച് സദാസമയം ആലോചിക്കുന്നതുകൊണ്ട് തോന്നിയതാവും ചിലപ്പോ. പോവാ. വാ. ഇനി എന്റെ ഇതല്ല അവളുടെ ദേഷ്യം മാറുക. യെസ്,
റിപ്ലൈ കിട്ടാത്തോണ്ട് എന്ത് തന്നെ ആയാലും അവളുടെ ദേഷ്യം മാറിയിട്ടില്ല എന്നർത്ഥം. ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമൊക്കെ പോയിന്ന്. ഞാൻ രാവിലെ പറഞ്ഞൊക്കെ വിഷമായെങ്കിൽ സോറി. നിങ്ങളോടിങ്ങനെ അകന്നു നിൽക്കുന്നത് എന്റെ മനസ്സിന് താങ്ങാനാവുന്നില്ല ഏട്ടാ. അപ്പോഴത്തെ സങ്കടം കൊണ്ട് ഞാനും വളരെ ദേഷ്യപ്പെട്ടാ സംസാരിച്ചത്. ഞാൻ ചെയ്തു പോയതിനൊക്കെ സോറി. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കാണും. അത്രയും കാലം നമുക്കിടയിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. പിന്നെ എന്താ വേണ്ടത്? അവനി, ഒരാളോട് അർജന്റായിട്ട് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. താൻ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയിട്ട് വരാം. ശരി. Hello, sir. I'm Shrikar. Hello. Please sit down. Thank you, sir. ഹായ്. ശ്രീകർ എവിടെ? അവനി, ഓഫീസിൽ വെച്ച് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ സമയമെടുക്കുന്നതും നല്ലതല്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയാം. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തൻ്റെ പുറകെ നടക്കുന്ന കാര്യമൊക്കെ തനിക്കറിയാം. താൻ വേണമെന്ന് വെച്ചാൽ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ. എൻ്റെ ഇഷ്ടങ്ങൾ തൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റിയ ഈ ഇഷ്ടം കല്യാണം വരെ കൊണ്ടുവന്നെത്തിക്കാം. കാവ്യ എത്തിയിട്ടുണ്ട്.
അവൻ ആവനിയോട് സംസാരിക്കുന്നത് എന്തിനാ? എനിക്കുള്ള ഫാൻ ബേസ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. പെൺകുട്ടികൾക്ക് ഞാനെന്ന് വെച്ച ജീവന. ബട്ട് എന്റെ ജീവൻ നീയാ. എന്റെ പ്രപ്പോസൽ താനെന്ന് അക്സെപ്റ്റ് ചെയ്താൽ ഓഫ് കോഴ്സ് അതെന്റെ ഭാഗ്യമായിട്ടേ ഞാൻ കരുതൂ. എനിക്ക് തന്നോട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. ദേവി ഇത് നിങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങനെ സംസാരിക്കരുത്. എന്താ നിനക്ക് ഞാൻ മതിയാവില്ലേ? അല്ലെങ്കിൽ തനിക്ക് ശ്രീകറിന്റെ മേളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. പോയിക്കോളൂ. അവനെന്തോ ചോദിക്കുന്നുണ്ട്. അവനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്തായിരിക്കും? പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. കയ്യിൽ വിട. അവനെ ഒന്ന് മനസ്സിലാക്ക്. ഗിരി, ഓരി നീ എന്തിനാടാ ശല്യം ചെയ്യുന്നേ? ശല്യം ചെയ്യല്ല, ഞാൻ അവളെ. നിന്നോട് അവക്ക് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല. ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ഓ, അപ്പൊ അവനിയുടെ കാര്യത്തിൽ തനിക്ക് ഇത്ര സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നീ അവളെ കല്യാണം കഴിക്കാൻ പോവുക? That none of your business. എപ്പോഴും ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് ദേർ. ഇനി ഒരിക്കൽ കൂടി ആവരിയുടെ കാര്യത്തിൽ തലയിടാൻ വന്നാ നിന്നെ കൊന്നുകളയും ഞാൻ. മൈൻഡ് ഇറ്റ്. വാ അവനി. ശരിക്കും കാര്യം എന്താണെന്ന് ഇവനോട് തന്നെ ചോദിക്കാം. ഒരു പെണ്ണിന്റെ കാര്യത്തിൽ അച്ഛനോ ചേട്ടനോ കാമുകനോ അല്ലാതെ കൊന്നുകളയൊന്നും പറയില്ല. അച്ഛനുമല്ല ചേട്ടനുമല്ല. അപ്പോ കാമുകനാ? എക്സ്ക്യൂസ് മീ. താനോ? റോഡിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നത് എന്താ? അതൊരു വലിയ സ്റ്റോറിയാണെന്നേ. അതെന്താണെന്ന് പറയാൻ പറ്റില്ലേ? അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരെ രണ്ടാളെയും തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലല്ലേ അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആവുമ്പോ തമ്മിൽ പരിചയമില്ലാതിരിക്കുവോ? രണ്ടാളും ഒരിടത്താണോ ജോലി ചെയ്യുന്നേ? അതെ. നിങ്ങൾക്ക് ആള് മാറിയതൊന്നും അല്ലല്ലോ? എനിക്കെങ്ങനെ ആള് മാറുന്നേ? ആ ശ്രീകർ തന്നെ ആവിനെ കൊണ്ടുവന്ന് അവന്റെ റെക്കമെൻഡേഷനിൽ ജോലി വാങ്ങിക്കൊടുത്തത്. എന്നും രണ്ടാളും കാറിൽ ഒരുമിച്ച് വരും, എന്നിട്ട് ഒരുമിച്ച് പോകും. രണ്ടാൾക്കിടയിൽ ഒരു ചരട് വലി ഉണ്ടെന്ന് സ്റ്റാഫ്സിന്റെ ഇടയിലേക്ക് ഒരു സംസാരമുണ്ട്. പക്ഷെ എന്റെ ഫോക്കസ് മുഴുവൻ ആവനി ആയതുകൊണ്ട് ഇപ്പൊ വഴക്കുണ്ടായതാ. അല്ല, ഈ കാര്യങ്ങളൊക്കെ താനെന്തിനാ ചോദിക്കുന്നേ? ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ചോദിച്ചതാ. ഞാൻ വിശ്വസിക്കില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ല, ബൈ, താങ്ക്സ്. ഇവരെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പൂവും പൂമ്പാറ്റയും ഒരു സ്ഥലത്ത് തന്നെയാണോ ജോലി ചെയ്യുന്നേ? ശരിയാക്കി തരാം. ഗിരിയുടെ കാര്യത്തില് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. താൻ വാ. മനീഷ, സർ,
ബോസ് ഇവിടെ ഉണ്ടോ? ഉണ്ട് സാർ. വാ അവനി. എന്തായിരിക്കും അറിയില്ല. സർ, എന്താ ശ്രീകർ? അവനിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട് സർ. പറയൂ ശ്രീകർ. അവന്റെ ബിഹേവിയർ അവനിക്ക് ഒരുപാട് ശല്യം ഉണ്ടാക്കുന്നു സർ. ഓഫീസിലേക്ക് വരാൻ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് സാർ. ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. ഡാ കൊളപ്പുള്ളി. കൊളപ്പുള്ളി വന്നില്ല സർ, ലീവ് എടുത്തിരിക്കുക. നിങ്ങൾ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട്? അകത്തെന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ആവനിയും ശ്രീകർ സാറും ബോസിനോട് സംസാരിക്കുവാ. എന്നെ കുറിച്ച് തന്നെയായിരിക്കും. ഗിരി, ഛേ, ഗിരി. കമ്മിങ് സർ. അവന്റെ മനസ്സിലൊരു മഴ പെയ്യുന്നില്ലേ, അതിനെക്കുറിച്ചാവും സംസാരിക്കുന്ന. പറയൂ സർ. ആവണി തന്നെ കുറിച്ച് എനിക്കൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തത് സർ? മുമ്പും പലതവണ 1-2 കാര്യത്തിൽ പരാതി കിട്ടിയപ്പോ വാണിംഗ് തന്നിരുന്നു. നിന്റെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഇല്ല. നീ കാരണം ഈ ഓഫീസിനാ ചീത്തപ്പേര്. സോ യു ആർ സസ്പെൻഡഡ്. സർ, ഞാൻ അവളോടൊരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ചു സാർ. അവളാ തെറ്റിദ്ധരിച്ചത്. എന്നെ ദയവ് ചെയ്ത് സസ്പെൻഡ് ചെയ്യരുത് സാർ, പ്ലീസ്. No more explanation and no more arguments. Get lost from my office. പറഞ്ഞപ്പോഴേക്കും ഒരു ആക്ഷൻ എടുത്തതില് താങ്ക് യു സോ മച്ച് സർ. ഇനി നിനക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ മോളെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. വരൂ. ഇനിയും എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പുറത്തിറങ്ങി പോടാ. അഴക് കണ്ട് ആഗ്രഹിച്ചു പോയി. അതേ അഴക് തന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് നല്ലത് ചെയ്തവരെ ഞാൻ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും. പക്ഷെ എന്നോട് തെറ്റ് ചെയ്തവരെ ഞാൻ എല്ലാ കാലവും ഓർത്തിരിക്കും. ഓർത്തിട്ട് നീ എന്നെ എന്ത് ചെയ്യാനാടാ? പോടാ. അവനി, താൻ ക്യാബിനിലേക്ക് പോ. രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ നമുക്ക് ആ ഗിരിയുടെ ടോർച്ചർ ഇല്ല. ഓഫീസിൽ ഇന്ന് തൊട്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹാപ്പി ആയിട്ടിരിക്കെ. ഇരിക്കും. വർക്ക് ചെയ്തോളൂ. നിങ്ങളോട് പറയാൻ എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്നിങ്ങി വാമേ. എന്ത് പറ്റി അമ്മമ്മേ? എന്താ ഇത്? രണ്ടാളും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ കണ്ടപ്പോ തന്നെ
നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? അപ്പോ രണ്ടാളും ചേർന്ന് ഒരേ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാ അപ്പൊ നിങ്ങൾ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്?